സ്റ്റാൻലി പറഞ്ഞ വാക്കുകളെ അലീനയ്ക്ക് വല്ലാത്തൊരു മനസ്സമാധാനക്കേടാണ് ഉണ്ടാക്കിയത്. താൻ ഏറെ ആഗ്രഹിക്കുന്ന ബാലച്ചൻ്റെ കൂടെ ജീവിക്കാനാണ് അവൾ ഏറെ ആഗ്രഹിക്കുന്നത്. എന്നാൽ സ്റ്റാൻലിയുടെ വാക്കുകളിൽ എന്തോ ഒരു വൈരാഗ്യമോ വിദ്വേഷമോ ഉള്ളതുപോലെയാണ് അലീനയ്ക്ക് തോന്നിയത്. എങ്കിലും തന്നോടാദ്യമായിട്ടാണ് താനൊരു മകളെന്ന് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചതെന്നാലോചിച്ചപ്പോൾ അലീനയ്ക്കൊരു സമാധാനം തോന്നി. ഒരു മനസ്സമാധാനം കിട്ടാനെന്ന രീതിയിൽ അലീന ബാലചന്ദ്രനെ വിളിക്കുകയാണ്. ബാലചന്ദ്രൻ കോളെടുത്ത് അലീനയോട്, എന്തു പറ്റി മോളെ ഈ നേരത്ത്? നീ കുറച്ചു മുമ്പല്ലേ കാര്യങ്ങളൊക്കെ തിരക്കി കോള് കട്ട് ചെയ്തോളൂ, പിന്നെ എന്താ പെട്ടെന്ന് എന്നെ വിളിക്കാനുണ്ടായ കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, അച്ഛാ, അത് എന്നോട് കുറച്ചു മുമ്പ് നമ്മൾ രണ്ടാളും സംസാരിച്ചതിന് ശേഷം മനുവേട്ടൻ എന്നെ വിളിച്ചിരുന്നു. മനുവേട്ടനും ഞാനും തമ്മിൽ സംസാരിക്കുന്നത് ഇവിടെ ആര്? അല്ല അച്ഛാ, അത് മനസ്സിലായിടി, നീ പറഞ്ഞോ, നിൻ്റെ അച്ഛൻ. അതെ, അത് നിൻ്റെ അച്ഛൻ തന്നെയല്ലേ അലീനെ? നീ അത് പറയുന്നതിൽ എന്താ ഇത്ര വിഷമം? നീ പപ്പ എന്ന് പറഞ്ഞോ എന്ന് ബാലചന്ദ്രൻ അലീനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീന, അതെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. കേട്ടിട്ട് എന്നോട് ചോദിച്ചു എന്താ അവിടെ ഉണ്ടായ പ്രശ്നം എന്നെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ അമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് വല്ലാത്ത പ്രശ്നത്തിലാണ്, എന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. പിന്നെ കേസ് കൊടുത്ത് എന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്നോ അങ്ങനെ എന്തൊക്കെയോ ഞാനും മനുവേട്ടനും സംസാരിക്കുന്നത് കേട്ട് എന്നോട് ചോദിച്ചപ്പോൾ എനിക്കിതെല്ലാം പറയേണ്ടി വന്നു അച്ഛാ, അല്ലാതെ വേറെ ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. ഇത് കേട്ടപ്പോൾ ആള് വല്ലാത്ത അങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ട് എന്നോട് അവൾ ആരാണ് അത്രയ്ക്ക് അധികാരത്തിലൊക്കെ പറയാൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു ദേഷ്യഭാവം കാണിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇനി ആര് വിചാരിച്ചാലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ടെന്നൊക്കെ. അച്ഛാ, എനിക്കിതെല്ലാം കേട്ടിട്ട് ആകെ പേടി തോന്നുകയാണ്. ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. എനിക്കിതൊന്നും വേണ്ട അച്ഛാ. ഞാൻ ആ വീട്ടിൽ കയറി വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്ഥാനമുണ്ടായിരുന്നു. ആ സ്ഥാനം തന്നെ എനിക്ക് തിരിച്ചു കിട്ടാൻ ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? നിങ്ങളെല്ലാവരും പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ എനിക്ക് പേടി തോന്നുകയാണ്. എല്ലാം എന്നിൽ നിന്ന് നഷ്ടമാവുന്നത് പോലെ എനിക്കിപ്പോഴാണ് തോന്നുന്നത്. എനിക്കൊന്നും വേണ്ടിയില്ലായിരുന്നു ഇങ്ങനെ ഒരു വരവും. അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. എൻ്റെ അവസ്ഥ പറഞ്ഞു എന്നേ ഉള്ളൂ. അച്ഛൻ വിഷമിക്കരുത്. നിനക്കിപ്പോൾ ഈ അച്ഛനോട് ദേഷ്യം തോന്നുന്നുണ്ടോ മോളെ? നിന്നെ വെച്ച് ഞാൻ എൻ്റെ വൈരാഗ്യം തീർക്കുകയാണെന്ന്, അല്ലെങ്കിൽ നിന്നെ ഞാനൊരു കരുവാക്കുകയാണെന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിനക്ക്? അയ്യോ ഇല്ല അച്ഛാ, അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതല്ല. എനിക്കിപ്പോൾ എന്നെ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടോട്ട് തട്ടിക്കളിക്കുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. അച്ഛൻ അതൊന്നും വിഷമിക്കണ്ട. എനിക്ക് എൻ്റെ വിഷമങ്ങൾ പറയാൻ അച്ഛനല്ലേ ഉള്ളൂ. അതുകൊണ്ട് വിളിച്ചു എന്ന് മാത്രം. അച്ഛൻ ഫോൺ കട്ട് ചെയ്തോ? ഗുഡ് നൈറ്റ് അച്ഛാ എന്ന് പറഞ്ഞ് അലീന കോള് കട്ട് ചെയ്യാണ്. അലീന കോള് കട്ട് ചെയ്തതിന് ശേഷം ബാലചന്ദ്രൻ അവിടെ കിടന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അലീനയുടെ അവസ്ഥ, അവൾ പറയുന്നത് ശരിയാണ്. അവൾ എന്തൊക്കെ അവസ്ഥകളിലൂടെയാണ് ഇപ്പോൾ തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം ആലോചിച്ച് ബാലചന്ദ്രനും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ വൈജയുടെ കോള് മാമച്ചായൻ്റെ ഫോണിലേക്ക് എത്തുകയാണ്. മാമച്ചായൻ ഫോൺ എടുത്ത് ഹലോ പറയുന്നുണ്ട്. അപ്പോൾ ചായയുമായിട്ട് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും വരുന്നുണ്ട്. ആരാ ഈ സമയത്തെന്ന് മാമച്ചായനോട് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, ഫോൺ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്, വൈജയാണ്, എന്താണെന്നറിയില്ല, ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വൈജയോട് സംസാരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് വൈജെ, എന്താ രാവിലെ തന്നെ, എന്തായിരുന്നു അത്യാവശ്യം എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, മാമച്ചായ, നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരാളോട് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന പോലെ ഞാൻ വിശദീകരിച്ച് തരേണ്ടതില്ലല്ലോ. ഇപ്പോൾ അലീന ആ സ്റ്റാൻലിയുടെ കൂടെയാണ്. അപ്പോൾ എനിക്ക് അലീനയെ അത്യാവശ്യമായിട്ട് കണ്ട് സംസാരിക്കണം. അപ്പോൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ, സ്റ്റാൻലി ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന്? എനിക്ക് അവളെ പോയി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്.
ഇത് കേൾക്കുന്ന മാമച്ചായൻ ആകെ ഷോക്കാവുകയാണ് കേട്ടോ. കാരണം വൈജയന്തിയുടെ കോള് ഒട്ടും തന്നെ മാമച്ചായൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാമച്ചായന് എന്ത് പറയണമെന്നറിയുന്നില്ല. മനുവിനോടോ ബാലചന്ദ്രനോടോ ചോദിക്കാതെ തന്നെ തനിക്കൊരു തീരുമാനം പറയാൻ കഴിയില്ലെന്നുറപ്പാക്കിയ മാമച്ചായൻ വൈജയോട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ച് വിളിക്കാം, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് സംസാരിക്കാൻ പറ്റിയ ഒരു സമയത്തിലല്ല നിൽക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ വൈജയന്തി എന്ന് പറഞ്ഞുകൊണ്ട് മാമച്ചായൻ പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. വൈജയന്തി കോള് കട്ട് ചെയ്തതിന് ശേഷം മാമച്ചായൻ ഗ്രേസമ്മ ആൻറ്റിയോടും രേവതിക്കുട്ടിയോടും പറയുന്നുണ്ട്, വൈജയന്തി വീണ്ടും വിളിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പുതിയ ആവശ്യം, വൈജയന്തിക്ക് അലീനയെ കാണണം, സംസാരിക്കണം. അപ്പോൾ അലീനയും സ്റ്റാൻലിയും ഒക്കെ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് വൈജയന്തിക്ക് അറിയണം. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? എനിക്ക് മനുവിനോടോ അല്ലെങ്കിൽ പോട്ടെ മനുവിനോടല്ല ബാലചന്ദ്രനോട് സമ്മതം മേടിക്കാതെ എനിക്കിതൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോൾ ആകെ കുഴഞ്ഞു പോയല്ലോ ഗ്രേസമ്മേ, ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? മാമച്ചായ, നിങ്ങൾ വലിയ നാടകം കളിക്കാണ്ട് ആ ഫോൺ എടുത്ത് ബാലചന്ദ്രനെ വിളിക്ക്. ബാലചന്ദ്രനോട് വൈജയന്തി രാവിലെ തന്നെ ഈ ആവശ്യവും പറഞ്ഞ് വിളിച്ചിരുന്നു എന്നങ്ങോട്ട് പറഞ്ഞാൽ പോരെ? അതിനിപ്പോൾ ഇത്ര ആലോചിക്കാനും ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്താ ആവശ്യമുള്ളത്? അതന്നെ ആൻറ്റി പറഞ്ഞത് ശരിയല്ലേ. അങ്കിള് വെറുതെ ഓവറാക്കി ചളാക്കി വെറുതെ എന്തിനാ അങ്കിളെ ആവശ്യമില്ലാത്ത? ഡി നീ വലിയ ആളാവണ്ട, നീയാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരി. ഇനി എന്നെ കുറ്റാക്കിക്കോ, അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാനെന്താ ചെയ്തേ? നിങ്ങളൊക്കെ തന്നെയല്ലേ വലിയ സഹായവുമായിട്ട് നടന്നതും ചേച്ചിയുടെ അച്ഛനെ കണ്ടുപിടിച്ചതൊക്കെ. ഇത് തന്നെയാണ് പറഞ്ഞത്, നീ തന്നെയാണ് കാരണമെന്ന്. നിൻ്റെ ചേച്ചി ആയതുകൊണ്ടല്ലേ ഞങ്ങൾക്കിതെല്ലാം ചെയ്യേണ്ടി വന്നത്. വേണ്ട മാമച്ചനങ്കിളെ, എൻ്റെ ചേച്ചിയെ തൊട്ട് കളിക്കാൻ നിൽക്കണ്ട. ഇവർ തമ്മിലുള്ള വഴക്ക് കേട്ട് ഗ്രേസമ്മ പറയുന്നുണ്ട്, നിങ്ങൾ തമാശ കളിച്ച് നിൽക്കാതെ വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് ഇപ്പം വിളിക്കും ആ വൈജയന്തി എന്തായി എങ്ങനെയായി എന്നറിയാനായിട്ട്. അതിന് മുമ്പ് നിങ്ങൾ ആ ബാലചന്ദ്രനെ വിളിച്ചിട്ട് വിളിച്ചതും ചോദിച്ചതുമായ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ്, എന്നിട്ട് ആ ബാലചന്ദ്രൻ പറയുന്ന പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക്. മാമച്ചായൻ പെട്ടെന്ന് തന്നെ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രനോട്, ബാലചന്ദ്ര നിങ്ങൾ എഴുന്നേറ്റായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ, ഞാൻ കുറച്ച് സമയമായി, ഒന്ന് എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ മുമ്പേ എഴുന്നേറ്റതാണ്. എന്താ മാമച്ചായ അതിരാവിലെ തന്നെ? ഞാനല്ല ബാലചന്ദ്ര, എന്നെ വൈജ വിളിച്ചിട്ടുണ്ടായിരുന്നു. വൈജയ്ക്ക് ഇപ്പോൾ പെട്ടെന്ന് അലീനയെ കാണണം. അലീനയെ എന്തിനാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല, പക്ഷേ അലീനയെ കണ്ടേ പറ്റൂ, അഡ്രസ്സ് കൊടുക്കാനൊക്കെയാണ് പറയുന്നത്. ബാലചന്ദ്രന് മാമച്ചായൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഒട്ടും അതിശയം തന്നെ തോന്നിയിരുന്നില്ല. എന്താന്ന് വെച്ചാൽ അലീനയെ തേടി വൈജയന്തി ആദ്യം തന്നെ എത്തുന്നത് മാമച്ചായൻ്റെ അടുത്തേക്കായിരിക്കുമെന്ന് ബാലചന്ദ്രന് ഉറപ്പായിരുന്നു. ബാലചന്ദ്രൻ മാമച്ചായനോട് പറയുന്നുണ്ട്, മാമച്ചായ ഇവിടെ ഒരു വലിയ പ്രശ്നം നടന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ അലീനയെക്കുറിച്ചുള്ള സത്യങ്ങൾ വൈജയന്തി അറിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഞെട്ടൽ മാമച്ചായൻ ഉണ്ടാവുകയാണ്. അപ്പോൾ മാമച്ചായൻ്റെ ഈ ആക്ഷനൊക്കെ കണ്ടിട്ട് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ മാമച്ചായൻ നിൽക്കുന്നുള്ള ആക്ഷൻ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, വൈജയ്ക്ക് സംശയങ്ങളൊക്കെ തോന്നി, ഗംഗേട്ടനെ വിളിച്ച് ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഒരു രക്ഷയും ഇല്ലെന്ന് കണ്ട് ഗംഗേട്ടൻ എല്ലാ സത്യങ്ങളും വൈജയന്തിയോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ, അവൾക്ക് എന്തായാലും അലീനയെ കാണണം, മാപ്പ് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഇവിടെ ഭയങ്കര സീനായിരുന്നു. അലീനയെ അവൾക്ക് വേണത്രേ, വേറെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അലീനയെ അവൾക്കിനി സ്വന്തമായിട്ട് വേണമെന്ന്. അതിനി ഞാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ മാമച്ചായ? അല്ല ബാലചന്ദ്ര, ഇത്രയും പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായോ? ഇത്രയും പ്രശ്നമേ ഉണ്ടായുള്ളൂ എന്ന് മാമച്ചായ. കാരണം ഇതിനേക്കാളും ഭീകരമായിട്ടാണല്ലോ നമ്മളെല്ലാവരും ചിന്തിച്ചു വെച്ചിരുന്നത്. ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചു എന്ന് മാത്രം. അത് ശരി, അപ്പോൾ എന്താണ് ഇപ്പോൾ വൈജയന്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? വൈജയന്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു മെൻ്റലി
ഡൗൺ ആയിരിക്കുകയാണ് പുള്ളിക്കാരി. കാരണം ഫുഡൊന്നും മര്യാദക്ക് കഴിക്കുന്നില്ല, മെഡിസിനൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് ആൾക്കുണ്ട്. ആളിങ്ങനെ ഫോൺ ചെയ്ത് ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് ഇങ്ങനെ നടക്കുകയാണ്. എന്നെ ഡിവോഴ്സ് ചെയ്താലും അവൾക്ക് മകളെ കിട്ടണമെന്നുള്ള വാശിയുടെ അങ്ങനെ ഒരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഗംഗേട്ടനും ഭാര്യയുമുണ്ട്, അമ്മയും ഉണ്ടല്ലോ. പിന്നെ എല്ലാ സത്യങ്ങളും അറിഞ്ഞ കൂട്ടത്തിൽ അമ്മയോടും എല്ലാം പറഞ്ഞു എന്നാണ് ഗംഗേട്ടൻ പറയുന്നത്. എനിക്കറിയില്ല, ഞാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ അമ്മയെയും കണ്ടിട്ടില്ല. ഗംഗേട്ടൻ പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ എന്നെല്ലാം അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ വിശദീകരിച്ച് തന്നെ മാമച്ചായനോട് പറയാണ്. അപ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, അല്ല ബാലചന്ദ്ര, ഇപ്പോൾ ഞാൻ എന്താ വേണ്ടത്? കുറച്ച് കഴിയുമ്പോൾ തന്നെ എന്നെ എന്തായാലും വൈജയന്തി വിളിക്കും. കുറച്ച് മുമ്പ് വിളിച്ചപ്പോൾ ഞാൻ അല്പം ബിസിയാണെന്ന് പറഞ്ഞ് വൈജയന്തിയെ താൽക്കാലികമായി ഞാൻ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നേ. അല്ലാതെ എനിക്കായിട്ട് ചിന്തിച്ച് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ബാലചന്ദ്രനോട് തന്നെ ചോദിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ അടുത്ത കാര്യം കൂടി മാമച്ചായനോട് പറയുകയാണ്. അതുകൂടാതെ തന്നെ മാമച്ചായ, കഴിഞ്ഞ ദിവസം രാത്രി അലീന വിളിച്ചിട്ടുണ്ടായിരുന്നു. അലീന വളരെ ടെൻഷനിലാണ്. അവൾക്ക് അവിടെ സ്റ്റാൻലിയുടെ കൂടെയാണല്ലോ. അപ്പോൾ സ്റ്റാൻലി വൈജയുടെ കാര്യങ്ങളെല്ലാം അലീനയിൽ നിന്ന് തന്നെ അറിഞ്ഞു. അത് അവൾ പറഞ്ഞിട്ടല്ല, അവൾ എന്തോ മനുവിനായിട്ട് ഫോണിലൂടെ സംസാരിക്കുന്നത് സ്റ്റാൻലി കേൾക്കുകയും അത് വിശദമായിട്ട് അലീനയോട് ചോദിച്ചറിയുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ സ്റ്റാൻലിയുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ, സ്റ്റാൻലി അലീനയെ ആർക്കും വിട്ടുകൊടുക്കില്ല അത്രേ. നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണെങ്കിലും അയാൾ തയ്യാറാണെന്നും ഇനി ഒരിക്കലും അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കില്ലെന്നൊക്കെയാണ് സ്റ്റാൻലി അലീനയോട് പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ട് ആ പാവം പേടിച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ആ കുട്ടിയെ. പാവം, അതെന്തെല്ലാം സഹിക്കണം. അതിനെവിടെ ചെന്നാലും ഇതൊക്കെ തന്നെയാണല്ലോ അവസ്ഥ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് മാമച്ചായ. പക്ഷേ സ്റ്റാൻലി ആ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഞാനാണ് അവളെ അവിടെ എത്തിച്ചത്. അതേ ഞാൻ തന്നെ എൻ്റെ മകളെ കൊണ്ടുപോരുകയും ചെയ്യും. അതിന് സ്റ്റാൻലി പറയുന്ന നിയമ നടപടികളൊന്നും വേണമെന്നില്ല. ഞാനൊന്ന് വിളിച്ചാൽ പോരാവുന്നതേ ഉള്ളൂ അലീന. എന്നോട് അവൾ ഇന്നലെ ചോദിച്ചതാണ് ആ പഴയ സ്ഥാനം, ആ വീട്ടുജോലിക്കാരിയുടെ അല്ലെങ്കിൽ ആ ഹോം നേഴ്സിൻ്റെ സ്ഥാനം എനിക്ക് തന്നൂടെ അച്ഛാ എന്ന്. അവളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് വിഷമില്ലാണ്ടല്ല മാമച്ചായ. പക്ഷേ നമ്മൾ വിചാരിച്ചു വെച്ച കാര്യങ്ങളൊക്കെ നടന്നാൽ മാത്രമേ അതിനൊരു പൂർണ്ണതയുണ്ടാവുള്ളൂ. മാമച്ചായൻ എന്തായാലും ഒരു കാര്യം ചെയ്യ്, ധൈര്യമായിട്ട് അയൻ അഡ്രസ്സ് അങ്ങോട്ട് അയച്ചു കൊടുത്തേക്ക്. അവൾ കുറച്ചും കൂടി പാഠങ്ങൾ അവിടെ നിന്നും കൂടി പഠിക്കാനുണ്ട്. അതൊക്കെ ഒന്ന് പഠിക്കട്ടെ, സമയമെടുത്ത് തന്നെ പഠിക്കട്ടെ. അത് പറഞ്ഞുകൊണ്ട് മാമച്ചായൻ്റെ കോള് ബാലചന്ദ്രൻ കട്ട് ചെയ്യുന്നുണ്ട്. മാമച്ചായൻ ഗ്രേസമ്മയോടും വിശദീകരിച്ച് പറയുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ രേവതിക്കുട്ടി, ദൈവമേ, എന്നിട്ട് ആ മേഡം എന്ന് പറയുന്ന സാധനം വല്ല അവിവേകവും കാണിച്ചോ അങ്കിളെ? അതല്ലേ അതിശയം. അവരൊന്നും കാണിച്ചൊന്നുമില്ല. അപ്പോൾ അവരവിടെ കിടന്ന് സമനില തെറ്റിയ പോലെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കണമെന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്ത് പറഞ്ഞു, ബാലചന്ദ്രൻ എന്ത് പറഞ്ഞു നിങ്ങളുടെ അടുത്ത്? ഗ്രേസമ്മ ഇടയിൽ കയറി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ പറയുന്നത് അവരവിടം വരെ പോയതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ലെന്നാണ്. സ്റ്റാൻലി എത്ര വന്നാലും അലീനയെ ഇനി വൈജയ്ക്ക് മുമ്പിലേക്ക് നിർത്തി കൊടുക്കില്ലെന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. അപ്പോൾ അവിടെയും കൂടിയും പോയി ഒന്ന് നാണം കെട്ട് തിരിച്ച് വരട്ടെ, അതും ജീവിതത്തിലൊരു പാഠമാവുന്നൊക്കെയാണ് ബാലചന്ദ്രൻ പറയുന്നത്. ബാലചന്ദ്രൻ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം. വൈജയന്തിനി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവൾക്ക് ആ നമ്പർ അങ്ങ് കൊടുത്തേക്കാം. പിന്നെ പ്രശ്നം സോൾവ് ആയില്ലേ, നമുക്ക് വേറെ കുറ്റമൊന്നുമില്ലല്ലോ. ഇതെല്ലാം കേട്ട് നിന്ന് രേവതിക്കുട്ടിക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി പാവം, എന്തൊക്കെ സഹിക്കണം. അത് എല്ലാവരും കൂടി അതിനിട്ട് ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രേസമ്മ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, ഇനി ഇന്നത്തെ ദിവസം ഈ പെണ്ണിന് ഇത് മതി. നീ ഒന്നും മിണ്ടാതെ ഇരുന്ന എൻ്റെ രേവതിക്കുട്ടി. അവൾക്കേ നല്ല കാലം വരാൻ പോവാടി. അവൾക്ക് അവൾ അച്ഛനെയും അമ്മയെയും ഇനി അവൾ മനുവിനെയും വിവാഹം കഴിച്ച് അവളെപ്പോലെ 2-3 കുട്ടികളൊക്കെ ആയിട്ട് അവൾ സുഖമായിട്ട് ജീവിക്കും. നിനക്കും അതുപോലെ ജീവിക്കണം എന്നുണ്ടെങ്കിലേ പോയി ഒരുങ്ങി കോളേജിൽ പോവാൻ നോക്കടി. ഇത് കേട്ട് രേവതിക്കുട്ടി, ഓ ഇപ്പം പോയേക്കാവേ.
രേവതിക്കുട്ടി റൂമിലേക്ക് നടക്കുകയാണ്. ഉടനെ തന്നെ മാമച്ചായൻ്റെ ഫോണിലേക്ക് വൈജയന്തിയുടെ കോൾ വരുന്നുണ്ട്. മാമച്ചായൻ കോൾ എടുത്തതിന് ശേഷം വൈജയന്തി നേരത്തെ വിളിച്ചപ്പോഴേ ഞാൻ പുറത്തായിരുന്നു, പറമ്പിൽ കുറച്ച് പണിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ കോൾ കട്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല മാമച്ചായ, എനിക്ക് ആ അഡ്രസ്സ് ഒന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോൾ തരാലോ, അതിനിപ്പോൾ എന്താ, ഒരു ജസ്റ്റ് മിനിറ്റ്, ഞാൻ ഫോണിൽ എവിടെയോ ആണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതൊന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് മാമച്ചായനോടപ്പോൾ വൈജ പറയുന്നുണ്ട്. എങ്കിൽ മാമച്ചായൻ എനിക്കതൊന്ന് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി, എനിക്കപ്പോൾ എളുപ്പമായല്ലോ. ശരി ആയിക്കോട്ടെ, ഇപ്പം തന്നെ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അവർ ആ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം വൈജ ഗംഗേട്ടനോട് ഈ വിവരങ്ങളൊക്കെ പറയുകയാണ്. എനിക്ക് അലീനയെ കാണണം ഗംഗേട്ട, എൻ്റെ കൂടെ നിങ്ങൾ ആരും വരണമെന്നില്ല, എനിക്കൊന്ന് പോയി കാണണം, അവൾ എൻ്റെ കൂടെ ഇങ്ങോട്ട് തിരിച്ചു വരികയാണെങ്കിൽ അവളെയും കൊണ്ട് ഞാൻ തിരിച്ചു വരാം എന്ന് പറയുമ്പോൾ ഗംഗേട്ടൻ അതൊട്ടും സമ്മതിക്കുന്നില്ല കേട്ടോ. ഗംഗേട്ടൻ പറയുകയാണ്, നിന്നെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല വൈജേ, അങ്ങനെയൊന്നും പോയോണ്ട് ഇതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല, നിൻ്റെ കൂടെ അലീന വരത്തുമില്ല, ഞാനൊന്ന് പൊയ്ക്കോട്ടെ ഗംഗേട്ട, നിങ്ങൾ എന്നെ തടയാതിരിക്കൂ. വൈജയ്, നീ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ നീ ചെയ്യുന്നതൊക്കെ എന്താണെന്ന്? നീ ഇവിടെ ബാലചന്ദ്രനോട് ചോദിച്ചോ, നീ ഇത്രയ്ക്ക് ദൂരം യാത്ര ചെയ്യുന്നുണ്ട്, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് നീ ഒരു സമ്മതം ചോദിച്ചോ? എനിക്കെന്തിനാ അങ്ങനെ സമ്മതം ചോദിക്കുന്നത്? ഇത്രയും നാളായിട്ട് ഞാൻ അങ്ങനെ ബാലചന്ദ്രനോട് സമ്മതം മേടിച്ചിട്ടല്ലല്ലോ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ആണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എടി, ഇത് അതുപോലത്തെ ഒരു കാര്യമാണോ? ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടും നീ എന്താണ് അതിനൊരു ഗൗരവം വെക്കാത്തത്? ഗംഗേട്ട, അതിന് ഞാൻ വേറെ എവിടേക്കും പോകുന്നില്ല, ഞാൻ അലീനയെ കാണുന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ അവളോടൊന്ന് സംസാരിക്കുന്നു, ഞാൻ തിരിച്ചു പോരുന്നു, എൻ്റെ കൂടെ പോരാൻ സമ്മതമാണെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോരുന്നു, അത്രേ സംഭവിക്കുന്നുള്ളൂ. ഗംഗേട്ടനാണ് വെറുതെ ആവശ്യമില്ലാതെ ഇതെല്ലാം വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത്. സമ്മതിക്കില്ല വൈജയ്, ഞാൻ എത്ര വന്നാലും നിന്നെ ഒറ്റയ്ക്ക് വിടാൻ ഞാൻ സമ്മതിക്കില്ല. ഗംഗേട്ട, ഞാൻ അതിന് ഒറ്റയ്ക്ക് കാർ ഓടിച്ചൊന്നല്ല പോകുന്നത്, ഞാനൊരു ഊബർ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്, നിങ്ങൾ ആരും എൻ്റെ കൂടെ വരാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത്. അവൾ എന്നെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചാൽ മതിയല്ലോ, നിങ്ങളാരും അത് കണ്ടു എന്നുള്ള ഒരു മനോവിഷമം എനിക്കുണ്ടാവുന്നില്ല. അതൊന്നുമല്ല വൈജയ് ഞാൻ പറയുന്നത്. ഗംഗേട്ടൻ ശബ്ദമുയർത്തി തന്നെ പറയുകയാണ് കേട്ടോ. പിന്നെ എന്താണ് ഗംഗേട്ട? എടി, ബാലചന്ദ്രനോട് ചോദിച്ചിട്ട് പോയാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. ഇവരുടെ ഈ വാക്ക് തർക്കങ്ങളെല്ലാം കേട്ട് സ്റ്റെപ്പിറങ്ങി വരുന്ന ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഗംഗേട്ട, എന്നോട് ചോദിച്ചിട്ട് അനുവാദം ചോദിച്ച് ഇവിടെ നിന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പോകണമെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. എൻ്റെ ഭാര്യയായി അവളിവിടെ വന്ന കാലം തുടങ്ങി അവൾ ഇഷ്ടത്തിന് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊരു തന്നിഷ്ടമായിട്ടോ അധികാരം ഞാനൊരു സ്വാതന്ത്ര്യം കൊടുത്തതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോഴും അവൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. ബാലചന്ദ്ര, അത് പിന്നെ അവൾക്ക് അലീനയെ കാണാൻ പോകണമെന്നാണ് അവൾ പറയുന്നത്. അലീനയെ കാണാൻ പോകണമെന്ന് ആയിക്കോട്ടെ, പോണ്ടെന്ന് ഞാൻ പറയുന്നില്ലല്ലോ, അവൾ അവിടെയും പോയിട്ട് വരട്ടെ. പിന്നെ പോകണമെന്ന് പൊയ്ക്കോട്ടെ, കാണണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. നിന്നോട് പറഞ്ഞു നിൽക്കാൻ ആർക്കും പറ്റില്ല വൈജയ്, നിനക്കിപ്പോഴും നിൻ്റെ തന്നിഷ്ടങ്ങൾ സാമർഥ്യങ്ങൾ മാത്രമാണ് നിനക്ക് നടക്കുന്നത്. നടത്തിക്കോളൂ, അതിനെന്നെ ആരും കൂട്ടുപിടിക്കണ്ട. ഗംഗേട്ട, ഞാൻ അതിനാരെയും കൂട്ടുപിടിക്കുന്നില്ല. ഞാനൊരു ഊബർ ബുക്ക് ചെയ്താണ് ഞാൻ പോകുന്നത്, ഞാൻ ഡ്രൈവ് പോലും ചെയ്യുന്നില്ല ഗംഗേട്ട. ഞാൻ എത്ര വട്ടം പറഞ്ഞു? ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗേട്ടനും വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ തന്നെ വൈജ ഫോൺ എടുത്ത് ഒരു ഊബർ ബുക്ക് ചെയ്യാണ്. ഊബർ ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വൈജ പോയി റെഡിയാവുന്നുണ്ട്. റെഡിയായി വന്നതിന് ശേഷം അവിടെ സോഫയിൽ ഗംഗാധരൻ്റെ വൈഫ് ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അരിയത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുമ്പോൾ വൈജയോട് ഗംഗാധരൻ്റെ വൈഫ് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണോ വൈജയ്? നിനക്ക് ഒരല്പം താന്ന് നിന്ന പഴയതുപോലെ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതല്ലേ നിൻ്റെ ഈ കുടുംബം? എന്തിനാണ് നീ ഇപ്പോഴും ഇങ്ങനെ വാശിയും വൈരാഗ്യവും മനസ്സിൽ വെച്ചിട്ട് ഒരേന്ന് കാട്ടിക്കൂട്ടുന്നത്? എടത്തി, എന്നെ എന്താണ് നിങ്ങളാരും മനസ്സിലാക്കാത്തത്? അവരാരും മനസ്സിലാക്കണ്ട, ഏടത്തിക്കെങ്കിലും എന്നെ മനസ്സിലാക്കിക്കൂടെ?
അമ്മയേക്കാൾ കൂടുതൽ ഏടത്തിയല്ലേ എന്നെ അറിഞ്ഞിട്ടുള്ളത്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഏടത്തിക്ക് അറിയായിരുന്നല്ലോ. ആ ഏടത്തി പോലും എന്നെ കുറ്റപ്പെടുത്താണോ? വൈജ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. ഇത്രയെങ്കിലുമൊക്കെ ആയില്ലേ വൈജയ്? എന്നിട്ടും അതാണ് ഞാൻ ചോദിക്കുന്നത്. ഏടത്തി, ഞാനൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ പോയിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളതൊന്നുമല്ല എൻ്റെ ചിന്ത. എനിക്ക് അവിടം വരെ ഞാൻ ചെന്നു, അവളെ ഒന്ന് കണ്ടു എന്നെങ്കിലും എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ലേ? കണ്ടു സംസാരിച്ച് അവൾ എൻ്റെ കൂടെ പോരാൻ തയ്യാറായാൽ അതെൻ്റെ ജീവിതാവസാനം വരെ എനിക്കൊരു സന്തോഷമായില്ലേ? വൈജയ്, നിനക്ക് ബാലചന്ദ്രൻ പറഞ്ഞതിൽ നിന്നും അപ്പോൾ ഒന്നും മനസ്സിലായില്ലേ? എന്താ ഏടത്തി, എന്താ ഈ പറയുന്നേ? എടീ, ബാലചന്ദ്രൻ പറഞ്ഞത് നീ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാലചന്ദ്രൻ നീ അവിടെ ചെന്നാൽ നിന്നെ കാണാൻ അനുവദിക്കണ്ട, അല്ലെങ്കിൽ കാണണ്ട എന്നുള്ളത് അലീനയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് കേട്ട വൈജയന്തി ആകെ ഒന്ന് ഷോക്കായി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ബുക്ക് ചെയ്ത ഊബറും ഗേറ്റ് കടന്ന് വരുന്നുണ്ടായിരുന്നു. വൈജയന്തി ഏടത്തിയോട് പറയുന്നുണ്ട്, ഏടത്തി, ഇതൊരു നിമിത്തമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന്. എൻ്റെ മുന്നിലുണ്ടായിരുന്ന എൻ്റെ മകളെ ഞാൻ ആട്ടിപ്പായിച്ചു. ഇപ്പോൾ ഞാൻ അവളെ തേടിപ്പോകുന്നു. അത് ദൈവനിശ്ചയമാണെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ ഏടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഗംഗേട്ടനും ബാലചന്ദ്രനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ രണ്ടാളുടെയും മുഖത്തേക്ക് പോലും നോക്കാതെ വൈജയന്തി ഊബറിലേക്ക് കയറുകയാണ്. സ്റ്റാൻലിയുടെ അടുത്തേക്ക് തൻ്റെ മകളെ ഒരു നോക്ക് കാണാൻ, സമ്മതമാണെങ്കിൽ തിരിച്ച് കൂട്ടിക്കൊണ്ടുപോരാൻ. വൈജയുടെ ആ യാത്ര വൈജ ആഗ്രഹിക്കുന്നത് പോലെ എത്തുമോ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.